നമുക്കിങ്ങനെ കട്ടിലിലോ സോഫയിലോ അല്ലെങ്കിൽ ചെയറിലോ ഇരുന്ന് ചെയ്യാം. കാല് രണ്ടും ചേർത്ത് വയ്ക്കുക. കൈ രണ്ടും നന്നായിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കൈക്ക് ബലം കൊടുത്തിട്ട് കാല് നന്നായിട്ട് ഉയർത്തുക. ഈ വിരല് നമ്മളെ നോക്കി നിൽക്കണം. അപ്പൊ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത്, അപ്പൊ നമുക്ക് മുട്ടുവേദനയാണല്ലോ, അപ്പൊ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇവിടുത്തെ മസിലുകൾക്കൊക്കെ നല്ല ബലം വന്ന് ആ ഞരമ്പുകളൊക്കെ വലിഞ്ഞ് നല്ല വേദനയൊക്കെ മാറാൻ വളരെ നല്ലതാണ്. 1 2 3 4 5 6 7 8 9 10. അടുത്ത കാല് എന്നോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്തു. 1 2 3 4 5 6 7 8 9 10. ഇതുപോലെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി രണ്ട് കാലും കൂടെ ചേർത്ത് നന്നായിട്ട് അമർത്തുക. അതും വിരല് നമ്മളെ നോക്കിക്കുക. 1 2 3 4 5 6 7 8 9 10. ഇത് 10 20 പ്രാവശ്യം. അപ്പൊ 10 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കാല് കഴിക്കുന്നത് താഴ്ത്തിയിട്ടിട്ട് വീണ്ടും ചെയ്യണം. മുട്ടുവേദനയുള്ളവരെ കുറച്ച് കൂടുതൽ ടൈം ചെയ്യാം. ഇനി നിങ്ങൾക്ക് 1 2 3 4 5 6 7 8 9 10. ഈ കൈക്ക് ബലം കൊടുത്തിട്ട് അങ്ങ് ചെയ്താൽ മതി. 1 2 3 4 5 6 7 8 9 10. ഇനി ഇപ്പം പറയാം, കാല് മുട്ട് മടക്കാൻ പറ്റാത്തവർ എങ്ങനെയാ ടീച്ചറെ ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. വേദന ഒരുപാടുള്ള സമയത്ത് മടക്കാൻ പറ്റത്തില്ലേ ചെയ്യേണ്ട. വേദന ഒന്ന് കുറയുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇത് രണ്ടും നന്നായിട്ട് ചെയ്താൽ വേദനയൊക്കെ കുറയാൻ വളരെ നല്ലതാണ്. ഇനി കാൽമുട്ടിലൊന്നും ഇവിടെ ഒന്ന് ടച്ച് ചെയ്യാതെ ഈ ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് കാലിനെ ഒന്ന് ഇങ്ങനെ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളെ നോക്കി നിൽക്കണം നമ്മുടെ കാല്. അപ്പൊ നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും. വേദനയുള്ളവർക്ക് ആ ഭയങ്കര സുഖമായിരിക്കും ഇവിടെ. 1 2 3 4 5 6 7 8 9 10. നിങ്ങളത് ചെയ്തു നോക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു ഇത് അറിയാൻ പറ്റത്തുള്ളൂ. 1 2 3 4 5 6 7 8 9 10. ഇനി ബെഡിൽ ഇരുന്നിട്ട് കാല് നീട്ടി ചെയ്യുന്ന കാണിക്കാം. ഇത് ബെഡിലോ സോഫയിലോ ഒക്കെ നിങ്ങൾക്ക് ഇരിക്കാം. എപ്പോഴും നമ്മൾ കാല് നീട്ടി ചെയ്യുമ്പോഴെല്ലാം കൈ രണ്ടും നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കാം. അപ്പ് ആൻഡ് ഡൗൺ. 1 2 3 4 5 6 7 8 9 10. അത് കണ്ട് റൊട്ടേറ്റ് ചെയ്യുക. അതിന് എണ്ണമൊന്നുമില്ല. നിങ്ങൾക്കിതിപ്പോൾ എത്ര പ്രാവശ്യം ചെയ്യാമോ ഇതൊക്കെ ചെയ്യുന്ന വഴി നല്ല ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് നടക്കും. അപ്പൊ നമ്മുടെ വേദനയൊക്കെ കുറവാൻ നല്ലതാണ്. ഇവിടെ കണ്ടോ. ഇനി കാല് ഇങ്ങനെ കാലിന്റെ മുട്ടിൽ ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. നിങ്ങളോട് ഞാൻ എണ്ണി ചെയ്യാൻ പറയുന്നത് അങ്ങനെയെങ്കിലും കൂടുതൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഒരു കട്ടിയുള്ള സാധനം ഇവിടെ വെക്കണം. നമുക്കൊരു പില്ലോ എടുത്ത് വെക്കാം. പില്ലോ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ, ഇത് കുറച്ച് പൊക്കം കുറവാണ്, നിങ്ങൾക്ക് കുറച്ച് നല്ല പൊക്കമുള്ളതൊക്കെ എടുത്ത് വെക്കാം. കണ്ടോ, കാലിന്റെ ഈ ഭാഗത്ത് വെക്കുക. അപ്പൊ ഇവിടെ ഇപ്പൊ പില്ലോ തന്നെ വേണമെന്നില്ല, കട്ടിയുള്ള ഒരു ഷീറ്റ് മടക്കി വെച്ചാലും മതി. എന്നാലും പില്ലോ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു സുഖമാണ്. ഒരു കാല് മാറ്റി വയ്ക്കുക, ഒരു കാല് വെച്ചിട്ട് നന്നായിട്ട് ഈ ഭാഗം പ്രസ് ചെയ്തു. ഈ ഭാഗം നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു പ്രസ്സിങ് നമ്മൾ കൊടുക്കണം. നന്നായിട്ട് ഇപ്പൊ വിരല് നമ്മളെ നോക്കി നിൽക്കണം. എപ്പോഴായാലും വിരല് നല്ല സ്ട്രെച്ച് ചെയ്ത് അപ്പൊ ഈ ഭാഗം നന്നായിട്ട് താഴോട്ട് നമ്മൾ പ്രസ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. ഇനി അടുത്ത കാലിലേക്ക് വെക്കുക. ഈ കാല് മാറ്റി വെക്കാം. 1 2 3 4 5 6 7 8 9 10.
ഇതിനിയിപ്പോൾ എത്ര പ്രാവശ്യം ചെയ്യണമെന്ന് ചോദിക്കുക, എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. ഇനി ഒരു ഷോൾ എടുത്തിട്ട്, ഇതും ഭയങ്കര വേദനയുള്ളവർക്ക് വളരെ നല്ലതാണ്. കാലിൻ്റെ ഇവിടെ വെക്കുക, ഉണ്ടോ? എന്നിട്ട് ഇതിനിപ്പോൾ ഇത് വേണ്ട, ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്യുക. വിരൽ ഇങ്ങോട്ട് നിൽക്കണം. ഇത്ര ഒരുപാട് പൊക്കണ്ട, നിങ്ങൾക്ക് എത്ര പറ്റുന്ന അത്രയും. അപ്പൊ ആ മുട്ടൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം. 1 2 3 4 5 6 7 8 9 10. വേദനയുള്ളവർക്ക് അത് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും. അടുത്ത കാല് 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ 2 കാല് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ കാല് വെച്ച് ചെയ്താൽ മതി. ഇത് ഒരുപാടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത്രയും ചെയ്യുക, ഉറപ്പായിട്ട് മുട്ടുവേദന മാറും. അപ്പം മുട്ടുവേദന അനുഭവിക്കുന്നവരും കാല് മടക്കാൻ പറ്റാത്തവരും ഒക്കെ ഇത് ചെയ്യുക. നമ്മൾ കുറേ വീഡിയോസൊക്കെ മുമ്പ് പലതായിട്ട് ഇട്ടിട്ടുണ്ട് കാലിൻ്റെ വേദനയുടെയൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പം ഇത് നിങ്ങളെല്ലാവരും സിമ്പിളായിട്ട് ചെയ്ത് നിങ്ങളുടെ വേദന മാറ്റുക. അതുപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, ബൈ.